ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലെമൺ റൈസ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് കുറച്ച് നിലക്കടല, പിന്നെ ഇത് വന്നിട്ട് അണ്ടിപ്പരിപ്പ്, ഇത് ഈ സ്പൂണിൽ 1.5 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 1.5 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് കടുക്, പിന്നെ 1.5 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിങ്ങളുടെ അളവിനനുസരിച്ച് 1/2 സ്പൂൺ വേണമെങ്കിൽ 1/4 സ്പൂൺ ഇടാം, അല്ലെങ്കിൽ അരി കൂടുതൽ വേണം കളവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 2 ചുവന്ന മുളക് പൊട്ടിച്ച് വെച്ചത്, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഇങ്ങനത്തെ ഈ വലിപ്പത്തിലുള്ള 2.5 നാരങ്ങയാണ് ഞാനിതിൽ പിഴിഞ്ഞ് ഇങ്ങനെ അതിന് കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അരി എടുത്തിരിക്കുന്നത് ഞാൻ ഈ കപ്പിൽ 1.5 കപ്പ് പൊന്നിയരിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോണത് നല്ലെണ്ണയിലാണ്. ഇതൊരു തമിഴ്നാട് റെസിപ്പി മോഡലാണല്ലോ. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴാണ് പ്രചാരത്തിൽ വന്നത്. മുമ്പേ ഇത് പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർ റെസിപ്പി കാരണം കൊണ്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി നന്നാവും. നല്ലെണ്ണ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഓയിലിൽ ഉണ്ടാക്കിയാലും മതി, വെളിച്ചെണ്ണയിൽ വേണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഈ ആവശ്യത്തിന് വേണ്ട നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് എടുത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും പരിപ്പ് ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കടലപ്പരിപ്പ് ഇടുക. ഗ്യാസ് കുറച്ച് സ്റ്റീം കമ്മിയാക്കി വയ്ക്കുക. എന്നിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. എല്ലാം വേഗം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇനിയിപ്പോൾ കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല. പക്ഷേ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി പച്ചമുളകും ഇട്ടാൽ മാത്രമാണ് ലെമൺ റൈസ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും ഇടാം, ഇടാതിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പച്ചമുളക് ഇടുക. അതിന് ശേഷം എടുത്ത് വെച്ച ഈ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടതാണ് പൊട്ടിത്തെറിക്കണ സൗണ്ട് വേണം. ഇനി കുറച്ച് വേണമെങ്കിൽ ഗ്യാസ് കൂട്ടി കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ച നിലക്കടല, ഇത് റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയായ കാരണം നമുക്കിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെങ്കിൽ അവസാനം ആവാറാകുമ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒന്നായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് റോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുത്തതാണ്. 2 നിലക്കടല ഇതിലേക്ക് ഇടാം. നിലക്കടലൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ ഇടാതിരിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിവിടെ 2 ചുവന്ന മുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിയും, ചിലത് ചിലത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കും. നമ്മൾ ഈ നല്ലെണ്ണയിൽ മൂപ്പിക്കുമ്പോൾ തന്നെ ഒരു മണം വരുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ച കൈയെടുത്ത് നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണയെ കടന്നിട്ട് ഇതെല്ലാം നല്ല റോസ്റ്റ് ആവട്ടെ. എല്ലാവരുടെയും കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങി. അപ്പോൾ ഗ്യാസ് കൊണ്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ച കാഷ്നട്ട് അണ്ടിപ്പരിപ്പും കൂടി ഇതിലിടുക. കാഷ്നട്ടും കടലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. കുട്ടികളൊക്കെ കഴിക്കണ വീടാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ കഴിക്കുമ്പോൾ. അത് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇത് വീട്ടിലില്ല എന്ന് വിചാരിച്ചിട്ട് ലെമൺ റൈസ് ഉണ്ടാക്കാതിരിക്കണം വേണ്ട. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് സിമ്പിൾ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കൂട്ടി കൊടുക്കും. അത് നന്നായിട്ട് ഇളക്കുക. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ പെട്ടിരിക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്.
ഗ്യാസ് നല്ലോണം സിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നാൽ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറട്ടെ. ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ 1.5 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിടുന്നതും ഇപ്പം ഞാൻ ഈ നാരങ്ങയുടെ വെള്ളം ഒഴിക്കുന്നതും ലെമൺ കണ്ടോ പിഴിഞ്ഞിട്ട് ഞാൻ കുരു കളഞ്ഞ് വെച്ചതാണ്. ഇതെല്ലാം ഞാൻ ഒഴിക്കണത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് വാങ്ങിയിട്ട് ചോറിലേക്ക് കൊട്ടാട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഈ ചോറ് അടിയിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് നന്നായി ഇളക്കുക. അപ്പം എനിക്ക് ഈ മഞ്ഞൾപ്പൊടി മതി കണ്ടോ. അത്യാവശ്യം നല്ല കളറൊക്കെ വരുന്നുണ്ട്. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. 1.5 കപ്പ് അരി. നാഴി കണക്കൊക്കെ പറയുമ്പോൾ 1.5 നാഴി അരി വരും. ഉണ്ടല്ലേ, കടലയും അണ്ടിപ്പരിപ്പൊക്കെ ഇടുമ്പോൾ അതൊക്കെ അങ്ങനെ കടക്കണ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. കഴിയുന്നത് ഇങ്ങനത്തെ ചട്ടുകോ അല്ലെങ്കിൽ നല്ലൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കിയാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ, കാരണം നമ്മൾ ചോറിലല്ലല്ലോ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പ് നമ്മൾ ചാലിക്കുമ്പോഴല്ലേ ഇട്ടത്. അതുകൊണ്ട് അടിയിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് നന്നായിട്ട് ഇളക്കുക. ചോറും ആ വേവ് പാകത്തിന് നമ്മൾ ഓഫ് ചെയ്യണം. ഇനി നമ്മളിതിലേക്ക് എടുത്ത് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇടാം. മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പണി. ഇത്തിരി ചോറുണ്ടാക്കുക, ഇതൊന്ന് കാണിക്കത്ര പണിയേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഡെലീഷ്യസ് ലെമൺ റൈസ് റെഡി. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അച്ചാറോ ഉരുളക്കിഴങ്ങ് പൊരിയലോ സോയാബിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ പോയിട്ട് എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഒന്നും കൂടി ഉഷാറുണ്ടാവും. നമ്മൾ നിങ്ങളുടെ കമൻറ്റൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ കൊടുത്തിടുമ്പോൾ. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബായ്.